എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പച്ച ഏത്തക്ക ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഏത്തക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഏത്തക്കയാണെങ്കിൽ 2 എണ്ണം മതി. അത് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിപ്സിനൊക്കെ മുറിക്കുന്നത് പോലെ തീരെ കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഒരുപാട് കട്ടിയും വേണ്ട. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാകം മനസ്സിലാകും. കാ മുക്കി പൊരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കടലമാവും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചേരുവകളെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോകാനോ തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് വെള്ളം കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പിലും കൂടുതൽ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു കാ മുക്കി നോക്കുമ്പോൾ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ വരണം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വറക്കാനുള്ള കാ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കോ മാറ്റാം. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ വ്യത്യാസം അനുസരിച്ച് ആ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് തീ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകം നന്നായിട്ട് വരില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറച്ചും കൂടെ കൂടുതൽ സമയം ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത്തക്കായും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും.